50 വയസ്സ് കഴിഞ്ഞവൻ ഖബറിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അവനെ എണ്ണണം എന്ന് മലക്ക് വിളിച്ചു പറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 60 കഴിഞ്ഞവന് 60 വയസ്സ് കഴിഞ്ഞവനോട് മലക്ക് പറയുകയാ, നിന്റെ ഖബറ് ജീവിതവും കഴിഞ്ഞു, പരലോകത്ത് നിൽക്കുക വിചാരണയ്ക്ക്. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിൽ നിൽക്കുക, അള്ളാടെ കോടെ നിൽക്കുക. അപ്പൊ ഖബറിലെ ജീവിതം എത്ര കൊല്ലവാ? അള്ളാഹു ആലം. ഇപ്പൊ തന്നെ എത്രയോ കൊല്ലം കൊണ്ട് കിടക്കുന്നുണ്ട് എത്രയോ പേര്. ഇനി എത്ര കൊല്ലം കിടക്കണം? അള്ളാഹു ആലം. അള്ളാഹു ഖബർ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഖബറും കഴിഞ്ഞിട്ട് പരലോകത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തില 60, 70. 70 കഴിഞ്ഞാ പിന്നെ കോടതി തള്ളി വാദ വെച്ച് വാദ എന്താ പറയാ? അപ്പൊ കോടതി തള്ളുന്നതിന് എന്താ പറയാ? കേസേ ഷാജിക്ക, കോടതി ഇങ്ങനെ തള്ളത്തില്ലേ, എന്താ പറയാ? കേസുകൾ ഇങ്ങനെ നീട്ടി വെക്കുന്നതിന് എന്താ പറയത്തില്ലേ? വായതാന്ന് എന്താ പറയത്തില്ലേ? അങ്ങനെ നീട്ടി വെക്ക. അവസാനം ഒരു ദിവസം പറഞ്ഞു, തീരുമാനമായി, വിധിക്കാൻ പോവാ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നീ സ്വർഗത്തിൽ പൊക്കോ അല്ലെങ്കിൽ നരകത്തിൽ പൊക്കോ എന്ന് വിധിക്കാൻ അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നവരുടെ കൂട്ടത്തില 70 കഴിഞ്ഞവൻ അവനെ കൂട്ടേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.